പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും അതോടെ ബേപ്പൂർ എം.എൽ.എയും പിണറായി വിജയന്റെ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ കോട്ടൂളിയിലെയും വസതിയിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുന്നു. ഒരു ഭാഗത്ത് CPM ED റെയ്ഡിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. മറുഭാഗത്ത് തിരുവനന്തപുരത്ത് അടക്കമുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുണ്ടാകുന്നു. CPM നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ആ വിഷയത്തിൽ ഇതുവരെ ഒരു പരാമർശം പോലും നടത്താൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയുമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്നലെ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വളരെ സങ്കീർണമായ ന്യായീകരണമാണ് CPM ഉയർത്തുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ ഒരു പ്രശ്നവുമില്ലാതെയാണ് റെയ്ഡ് അവസാനിക്കുന്നത്. CPM എന്ന് വിരലിനൊടിച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാരെ എത്തിക്കാൻ കഴിയുന്ന പിണറായിയിൽ യാതൊരു പ്രശ്നവുമില്ല. കോഴിക്കോട്ട് സംഘർഷാവസ്ഥയൊന്നുമില്ല. പോലീസുമായി ചില വാക്തർക്കം ഉണ്ടായതൊഴിച്ചാൽ. പക്ഷേ തിരുവനന്തപുരത്ത് വലിയ സംഘർഷം ഉണ്ടാവുകയും നിരവധിയായ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ CPM നേതാക്കന്മാർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ തുടങ്ങിയ നേതാക്കന്മാരല്ല V ശിവൻകുട്ടി, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ന്യായീകരിക്കുമ്പോൾ അതിനെ പൊതുസമൂഹം ഏത് രൂപത്തിലാണ് കാണുക? അല്ല, ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും CPM ചെയ്തത് ശരിയാണെന്ന് ഇനിയിപ്പോ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ ഒന്ന് ന്യായീകരിച്ചാലും സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ അത് ഉൾക്കൊള്ളില്ല. കാരണം ED റെയ്ഡ് നടത്തുക മാത്രമാണ് ചെയ്തത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം സംഘർഷത്തിലേക്ക് എത്തിച്ചത് ഞാൻ പറയുന്നത്, പ്രതിഷേധിക്കുന്നതിൽ പ്രശ്നമില്ല. മുദ്രാവാക്യം വിളിക്കുന്നതിലോ സമരം ചെയ്യുന്നതിലോ പ്രതിഷേധിക്കുന്നതിലോ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത് സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഒരിക്കലും ശരിയായ രീതിയല്ല. CPM-ലെ തന്നെ നേതാക്കൾ പറയുന്നു, ജോയി അടക്കം പറയുന്നത് എല്ലാവരും CPM പ്രവർത്തകരായിരുന്നില്ല, പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ ഉത്തരവാദിത്വം CPM പ്രവർത്തകരല്ല എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു ചുമതല CPM-നുണ്ട്. അതവർക്ക് കൈ കഴുകി കളയാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് തടിയുരാൻ കഴിയുന്ന കാര്യമില്ല. പിന്നെ പറയുന്നത് EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്, ഏത് ഗാന്ധിയനായാലും അല്ലെങ്കിൽ ഏത് ഗാന്ധിയൻ ആശയം പിന്തുടരുന്ന ആളായാലും ഇത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ജനവികാരം വരുന്നില്ലേ, അത് ഏത് കോണ്ടെക്സ്റ്റ് ആണ്, ഇത് ഏത് കോണ്ടെക്സ്റ്റ് ആണ് എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ CPM പറയുന്ന ന്യായീകരണങ്ങൾ CPM-കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. ഒരു കാരണവശാലും CPM അക്രമ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അക്രമത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് സ്വരാജ് പറയുന്നുണ്ട്. അക്രമത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെതിരായിട്ടാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ മുൻപ് CPM-ന്റെയും അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പോഷക സംഘടനകൾ അടക്കമുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. CPM-ന്റെ ഇപ്പോൾ MLA അല്ലാത്തവർ അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് സഭയിൽ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. അതിനെ പോലും ന്യായീകരിച്ച ആളുകളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിച്ചവർ പറയുന്നതൊന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവർ ഈ പറയുന്ന ഉദാഹരണങ്ങൾ പോലെ അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തെ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, എന്ത് കാര്യം വന്നാലും AI സൃഷ്ടിയും മാധ്യമ സൃഷ്ടിയുമാണ് എന്ന് പറഞ്ഞ് അവർ തടിയുരാൻ ശ്രമിക്കുന്ന രീതിയിൽ നിന്ന് അവർ ഇതുവരെ മാറിയിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചു. എനിക്ക് തോന്നുന്നു ജനങ്ങൾ കൂടുതൽ അംഗീകരിക്കുക ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാത്, അല്ലെങ്കിൽ വൈകാരികമായിട്ടാകട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്രയും മുതിർന്ന നേതാവിനെതിരെ നേതാവിന്റെ വലിയ ED റെയ്ഡ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിനെ വൈകാരികമായി കണ്ടു, അതുകൊണ്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങി, അപ്പോൾ അത് സംഘർഷത്തിലേക്ക് പോയി എന്ന് പറയുന്നതായിരുന്നു ഇത്തരം ന്യായീകരണങ്ങളെക്കാൾ നല്ലത്. അത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു, അത് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും പാർട്ടി ചെയ്യുന്നത്, V ജോയ് അടക്കമുള്ളവർ എനിക്ക് മനസ്സിലായത് എല്ലാം CPM പ്രവർത്തകരല്ല എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് അത്രമേൽ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ അല്ലെങ്കിൽ തടിയുരാൻ ശ്രമിക്കുന്ന ഒരു രീതിയായിട്ടാണ് തോന്നിയത്. എന്നാൽ ശിവൻകുട്ടി ആകട്ടെ, പ്രിയപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നേതാക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ജനം ഇങ്ങനെ ഇളകി വരുമെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നതിൻ്റെ അകത്തൊന്നും ഒരു ലോജിക്കുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ED റെയ്ഡ് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഈ കവികൾ അല്ലെങ്കിൽ ഈ സാഹിത്യകാരൊക്കെ CPM-നെ പിന്തുണച്ച് നിൽക്കുന്നവർ പോലും ഇന്ന് CPM-നെതിരെ സംസാരിക്കുന്നു. ED റെയ്ഡിനെതിരെ ഇത്രയും വലിയ രീതിയിലൊരു സംഘർഷം അഴിച്ചുവിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും CPM-ന് തിരിച്ചടിയാവുകയാണ്. രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് CPM നോക്കിയതെങ്കിൽ ഇതിപ്പോ CPM-ന് തിരിച്ചടിയായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് ഈ മുതിർന്ന നേതാക്കളടക്കം പ്രതികരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു വളരെ അപക്വമായ പ്രതികരണമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ അല്ലെങ്കിൽ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സാധാരണക്കാരായ ജനങ്ങൾക്കും രാഷ്ട്രീയ കേരളത്തിനും അത് അംഗീകരിക്കാൻ പറ്റും. പക്ഷെ വീണ്ടും CPM ഇത് തന്നെ അല്ലെങ്കിൽ ചെയ്ത തെറ്റ് അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച സ്വരാജിന്റെ പ്രസംഗങ്ങളൊക്കെ നിരവധി ആളുകൾ കേൾക്കുന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് സംവാദം
വളരെ വലിയ CPM-നകത്ത് വലിയ ചൂടുള്ള ചർച്ച വിഷയങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങൾക്കൊക്കെ വലിയ ആരാധകരുള്ള ഒരു നേതാവാണ്. ഇപ്പോൾ തന്നെ പല ആളുകൾ മുറവിളി കൂട്ടുന്നുണ്ട് സ്വരാജിനെ സംസ്ഥാന സെക്രട്ടറി ആക്കണമൊക്കെ. ആ സ്വരാജ് പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു അക്രമവും നടന്നിട്ടില്ല, ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും ഒരു അക്രമം കാണാൻ കഴിയില്ല എന്നാണ്. ആ ആളുകൾ തിങ്ങിക്കൂടിയപ്പോൾ ഉണ്ടായ ഒരു ഒരു ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് സ്വരാജ് പറയുന്നത്. അതായത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളുടെയും ക്യാമറ കണ്ണുകൾ തുറന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വാക്ക് സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ അക്രമത്തെ അവർ ന്യായീകരിക്കുകയാണ്. ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ CPM-ന്റെ സാധാരണ പ്രവർത്തകരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ അല്ല. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് അവിടെ ഉണ്ടായിരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാന നേതാവായ ശിവൻകുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആനാപൂർ നാഗപ്പൻ അവിടെ ഉണ്ടായിരുന്നു. മുൻ MLA ബാലുശ്ശേരി MLA ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സച്ചിൻ ദേവ് അവിടെയുണ്ട്. ജോൺ ബിട്ടാസ് MP അവിടെയുണ്ട്. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ അവിടെയുണ്ട്. ഇത്തരത്തിൽ CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഒക്കെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് അവിടെയുണ്ട്. ഇത്തരത്തിൽ പ്രമുഖ നേതാക്കന്മാരെല്ലാം അവിടെ ഉള്ളപ്പോഴാണ് ഈ പ്രവർത്തകർ അഴിഞ്ഞാടിയെന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യാൻ വന്ന മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് പ്രകാരമാണ് അവിടെ ED ഉദ്യോഗസ്ഥർ സെർച്ച് ചെയ്യാൻ വന്നത്. ആ പ്രവർത്തകർ സഞ്ചരിച്ച വാഹനം അത് EDയുടെ സ്വന്തം വാഹനമല്ല, ED വാടകയ്ക്കെടുത്ത് വരുന്ന വാഹനമാണ്. സംസ്ഥാനത്തെ മുഴുവൻ ED ഓഫീസുകളും അവർക്ക് സ്വന്തം വാഹനമില്ല, വാടകയ്ക്ക് കാർ എടുത്താണ് അവർ ഉപയോഗിക്കുന്നത്. അത്തരം ഒരു വാഹനം ഒരു CPM സഹയാത്രികന്റെ അല്ലെങ്കിൽ ഒരു CPM അനുഭാവിയുടെ വാഹനമാണ് ഇത്തരത്തിൽ അടിച്ചു തകർത്തിരിക്കുന്നത്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കുന്നുകുഴി ഡിവിഷനിൽ മത്സരിച്ച തിരുവനന്തപുരത്തെ CPM-ന്റെ സ്ഥിരം അക്രമ ഘട്ടങ്ങളെല്ലാം CPM-ന്റെ സ്ഥിരം മുഖമായ IP ബിനു അടക്കമുള്ളവരാണ് ഈ സംഘർഷത്തിന് നേതൃത്വം നൽകിയത്. ബിനീഷ് കോടിയേരിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടാലറിയാവുന്ന 300ഓളം ആളുകളുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടും കണ്ടാലറിയാവുന്ന വി ജോയുടെ പേരിൽ, ജില്ലാ സെക്രട്ടറി ജോയുടെ പേരിൽ കേസില്ല, ശിവൻകുട്ടിയുടെ പേരിൽ കേസില്ല, സച്ചിൻ ദേവിന്റെ പേരിൽ കേസില്ല, ജോൺ ബുട്ടാസിന്റെ പേരിൽ കേസില്ല. ഇത്തരം ആളുകളൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കി സാധാരണക്കാരായ പ്രവർത്തകരാണ് കേസിനകത്ത് ഇപ്പോൾ അകത്തു പോകുന്നത്. IP ബിനു ഒളിവിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെ അക്രമത്തെ CPM ഇപ്പോൾ ന്യായീകരിക്കുന്നു. അതുമാത്രമല്ല, ഈ റെയ്ഡിന് ശേഷം സംസ്ഥാനത്തെമ്പാടും നടന്ന പ്രകടനത്തിന്റെ മറവിൽ പലയിടത്തും കോൺഗ്രസിന്റെ കൊടിമരമടക്കം തകർക്കുന്ന സാഹചര്യമുണ്ടായി. കോട്ടയത്ത് ഷോൺ ജോർജിന്റെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. ഷോൺ ജോർജ് കേസ് നൽകിയത് കോടതിയിൽ പോയത് ഷോൺ ജോർജ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോണിനെതിരെ പ്രതിഷേധമുയർത്തുന്നത്. ED റെയ്ഡിന്റെ മറുപിടിച്ച രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ നേതാവിനെ സംരക്ഷിക്കാനല്ല ഈ പ്രഹസനമെന്ന് CPM നേതാക്കന്മാർ മനസ്സിലാക്കണം. പാർട്ടി അംഗത്വം പോലും ഉണ്ടോ എന്നറിയാത്ത വീണ വിജയനാണ് ഈ കേസിനകത്തെ പ്രതി എന്ന് CPM മനസ്സിലാക്കണം. എന്തായാലും CPM നടത്തിയ ആക്രമണത്തെ നേതാക്കന്മാർ ഒന്നടങ്കം ന്യായീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പറഞ്ഞത് EDക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും സംസ്ഥാനത്തെ പാർട്ടിയുടെ കരുത്ത് എന്നാണ്. രാഹുൽ ഗാന്ധിക്ക് സമാധാനമായില്ല എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് പ്രതിരോധിക്കാൻ അറിയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതായത് ഇത്തരം വിഷയങ്ങൾ വന്നാൽ ഇനിയും പ്രതിരോധിക്കും, ഞങ്ങൾ തെരുവിൽ തന്നെ ഉണ്ടാകുമെന്ന സന്ദേശമാണ് അദ്ദേഹം പറയുന്നത്. അത് എത്ര പറഞ്ഞ് ന്യായീകരിച്ചാലും കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കുറച്ച് പ്രയാസമാണ്. CPM നേതാക്കന്മാരുടെ ന്യായീകരണം തുടരും. വരും ദിവസങ്ങളിൽ ED എടുക്കുന്ന നിലപാട് ഈ കേസിനകത്ത് നിർണായകമാകും. ED എന്ത് നിലപാടുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. EDയെ സംബന്ധിച്ചിടത്തോളം അവർ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. വീണയുടെ മൊബൈൽ ഫോൺ അവരുടെ കയ്യിലുണ്ട്. രേഖകളൊക്കെ പരിശോധിക്കും. 1.72 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്. അതിലും കൂടുതലുണ്ടെന്ന് പറയുന്നു. എന്തായാലും ED കണ്ടെടുത്ത രേഖകളും ഫോൺ കോളുകളും ഫോണിൽ നിന്ന് ലഭിച്ച രേഖകൾ ലഭിക്കുമോ എന്ന് നോക്കാം. എന്തായാലും EDയുടെ വരും ദിവസങ്ങളിലെ നടപടികൾ ഈ കേസിനകത്ത് നിർണായകമാവും. അതുവരെ CPM നേതാക്കന്മാർ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.